നമസ്കാരം, ലക്ഷ്യ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് വേഗത്തിൽ നോക്കാം. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യനിർമ്മിത കാർബൺ നാനോ ട്യൂബ് കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കാർബൺ നാനോ ട്യൂബ് കണ്ടെത്തിയത് എവിടെ എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിൽ നിന്നാണ്. 2600 വർഷത്തോളം പഴക്കമുള്ള നാനോ ട്യൂബുകളാണ് കണ്ടെത്തിയത്. ഇത് കണ്ടെത്തിയത് തമിഴ്നാട്ടിലെ കീലാടി എന്ന സ്ഥലത്ത് നിന്നാണ്. ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യനിർമ്മിത കാർബൺ നാനോ ട്യൂബ് കണ്ടെത്തിയത് എവിടെ എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലെ കീലാടിയിലാണ്. 2021 ജനുവരി മാസം പൂർണ്ണമായും പെൺകുട്ടികളുടെ മാസമായി ആചരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം അത് പഞ്ചാബാണ്. 2021 ജനുവരി മാസം പൂർണ്ണമായും പെൺകുട്ടികളുടെ മാസമായി ആചരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യത്തെ യുദ്ധവിമാന വനിതാ പൈലറ്റാര്? ഭാവന കാന്ത്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഭാവന കാന്ത്. 2021 റിപ്പബ്ലിക് ദിന പരേഡിലാണ് ഭാവന കാന്ത് പങ്കെടുത്തത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ വിമാനത്തിൽ പൈലറ്റ് ആവുന്ന ജമ്മു കാശ്മീർ സ്വദേശിനിയായ വനിത ആര് എന്ന് ചോദിച്ചാൽ മാവ്യ സുധനാണ്. ഇന്ത്യൻ എയർഫോഴ്സിലെ ഫൈറ്റർ ജെറ്റിൽ പൈലറ്റ് ആവുന്ന ആദ്യ ജമ്മു കാശ്മീർ സ്വദേശിനിയായ വനിതയാണ് മാവ്യ സുധൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റാണ് അയേഷ അസീസ്. കാശ്മീർ സ്വദേശിനിയായ അയേഷ അസീസിന് 25 വയസ്സാണ് പ്രായം. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം അയേഷ അസീസ്. ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസം ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച ബാലിക ആര് എന്ന് ചോദിച്ചാൽ സൃഷ്ടി ഗോസ്വാമി. ദേശീയ ബാലികാ ദിനം ജനുവരി മാസം 24 തീയതിയാണ്. 2021 ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസം ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച ബാലിക ആര് എന്ന് ചോദിച്ചാൽ സൃഷ്ടി ഗോസ്വാമി. പാരീസിൽ നടന്ന ആർച്ചറി ലോകകപ്പിൽ ട്രിപ്പിൾ സ്വർണം നേടി ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ആർച്ചറി താരമാണ് അല്ലെങ്കിൽ അമ്പെയ്ത്ത് താരമാണ് ദീപിക കുമാരി. ചോദ്യം ആവർത്തിക്കാം, ഫ്രാൻസിലെ പാരീസിൽ നടന്ന ആർച്ചറി ലോകകപ്പിൽ ട്രിപ്പിൾ സ്വർണം നേടി ഒന്നാം റാങ്കിലെത്തിയ ഇന്ത്യക്കാരി ആര് എന്ന് ചോദിച്ചാൽ ദീപിക കുമാരി. ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശിനിയാണ് ദീപിക കുമാരി. MS ധോണിയും റാഞ്ചി സ്വദേശിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ മാധ്യമ പ്രവർത്തകരെ കോവിഡ് മുൻനിര പോരാളികളായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒഡീഷയാണ്. മാധ്യമ പ്രവർത്തകരെ കോവിഡ് മുന്നണി പോരാളികളായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. കോവിഡ് മുന്നണിയിൽ നിന്നും പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങൾ മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ ലഭിക്കും. സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ മുഖ്യമന്ത്രിയുടെ പേരാണ് നവീൻ പട്നായിക്. ഒഡീഷ മുഖ്യമന്ത്രി ആരാണ്? നവീൻ പട്നായിക്. യുനിസെഫിന്റെ സഹായത്തോടു കൂടി ഓൺലൈനിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് അസാമാണ്. യുനിസെഫ്, യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ടിന്റെ സഹായത്തോടു കൂടി ഓൺലൈനിലൂടെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അസാമാണ്. അസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അസാം മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മ. ടെക്സ്റ്റൈൽ മേഖലയിലെ കാര്യശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സമർത്ഥ്, സ്കീം ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ടെക്സ്റ്റൈൽ സെക്ടർ എന്നാണ് സമർത്ഥിന്റെ പൂർണ്ണരൂപം. ടെക്സ്റ്റൈൽ മേഖലയിലെ കാര്യശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? സമർത്ഥ്. കേന്ദ്ര ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം പീയൂഷ് ഗോയലാണ്. കേന്ദ്ര ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി ആരാണ്? പീയൂഷ് ഗോയൽ. കോവിഡ് രോഗികൾക്ക് അതിവേഗം ഓക്സിജൻ എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പ്രത്യേക സർവീസ് അറിയപ്പെടുന്ന പേരാണ് ഓക്സിജൻ എക്സ്പ്രസ്. കോവിഡ് രോഗികൾക്ക് അതിവേഗം ഓക്സിജൻ എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് അറിയപ്പെടുന്ന പേരാണ് ഓക്സിജൻ എക്സ്പ്രസ്. തേൻ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി
കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടു കൂടി ആരംഭിച്ച ഒരു വെബ് പോർട്ടലാണ് മധുക്രാന്തി. തേനിന്റെ പര്യായപദമാണ് മധു. തേൻ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടുകൂടി ആരംഭിച്ച വെബ് പോർട്ടലാണ് മധുക്രാന്തി. ദി ഇന്ത്യ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൺ വേൾഡ് എന്ന പുസ്തകം രചിച്ചത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായ എസ് ജയശങ്കറാണ്. ദി ഇന്ത്യ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൺ വേൾഡ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായ എസ് ജയശങ്കറാണ്. ഗ്രാമീണ മേഖലകളിലെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വൺ ബ്ലോക്ക് വൺ പ്രോഡക്റ്റ് എന്ന സ്കീം പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. ഗ്രാമീണ മേഖലയിലെ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വൺ ബ്ലോക്ക് വൺ പ്രോഡക്റ്റ് എന്ന പേരിൽ സ്കീമുകൾ ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാന മുഖ്യമന്ത്രിയുടെ പേരാണ് മനോഹർ ലാൽ ഖട്ടർ. ഹരിയാന മുഖ്യമന്ത്രി ആരാണ്? മനോഹർ ലാൽ ഖട്ടർ. കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര കാർഷിക മന്ത്രാലയം പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് കിസാൻ സാരഥി. കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര കാർഷിക മന്ത്രാലയം പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? കിസാൻ സാരഥി. കേന്ദ്ര സർക്കാർ ആരംഭിച്ച സുരക്ഷ എന്ന പോർട്ടൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആനകളുടെ സംരക്ഷണം. കേന്ദ്ര സർക്കാർ ആരംഭിച്ച സുരക്ഷ എന്ന പോർട്ടൽ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി. 1992 ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി. ഇവിടെ ചോദ്യം ഇതാണ്: കേന്ദ്ര സർക്കാർ ആരംഭിച്ച സുരക്ഷ എന്ന വെബ് പോർട്ടൽ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി. ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ സംഘടിപ്പിച്ച ഐ ആം ബാഡ്മിന്റൺ ക്യാമ്പയിനിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിൽ നിന്നുള്ള PV സിന്ധുവിനെയാണ്. ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ സംഘടിപ്പിച്ച ഐ ആം ബാഡ്മിന്റൺ ക്യാമ്പയിനിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? PV സിന്ധുവിനെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായി ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് YS ജഗൻമോഹൻ റെഡ്ഡി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? YS ജഗൻമോഹൻ റെഡ്ഡി. 2020 ലോക ഉറുദു കോൺഫറൻസിന് വേദിയായ നഗരം ന്യൂഡൽഹിയാണ്. 2020 ലോക ഉറുദു കോൺഫറൻസിന് വേദിയായത് എവിടെ എന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ഈയിടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ക്രോണിക്കിൾസ് ഓഫ് ചേഞ്ച് ചാമ്പ്യൻസ്. ഈ ക്രോണിക്കിൾസ് ഓഫ് ചേഞ്ച് ചാമ്പ്യൻസ് എന്ന പുസ്തകം കേന്ദ്ര സർക്കാരിന്റെ ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയതാണ് എന്ന് ചോദിച്ചാൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ചോദ്യം ഇങ്ങനെയാണ്: കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ക്രോണിക്കിൾസ് ഓഫ് ചേഞ്ച് ചാമ്പ്യൻ എന്ന പുസ്തകം കേന്ദ്ര സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി 2015 ആരംഭിക്കുന്നത്. ക്രോണിക്കിൾസ് ഓഫ് ചേഞ്ച് ചാമ്പ്യൻ എന്ന പുസ്തകം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ആരംഭിച്ചത് 2015. മാലിദ്വീപിന്റെ മാതൃകയിൽ വാട്ടർ വില്ലകൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ്. അതിന്റെ പേരിൽ അവിടെ ധാരാളം പ്രശ്നങ്ങളും തർക്കങ്ങളും നടക്കുന്നുണ്ട്. മാലിദ്വീപിന്റെ മാതൃകയിൽ വാട്ടർ വില്ലകൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ആര് എന്ന് ചോദിച്ചാൽ പ്രഫുൽ ഖോഡ പട്ടേലാണ്. ലക്ഷദ്വീപിന്റെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? പ്രഫുൽ ഖോഡ പട്ടേലാണ്. ദാമൻ ദിയുവിന്റെ അഡ്മിനിസ്ട്രേറ്ററും പ്രഫുൽ ഖോഡ പട്ടേൽ തന്നെയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഗതിശക്തി. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ഗതിശക്തി. 2021 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് അദ്ദേഹം ഗതിശക്തി എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM നിലവിൽ വന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM നിലവിൽ വന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഹരിയാനയിലെ ഗുരുഗ്രാം. ഇന്ത്യ MH-60R മാരിടൈം ഹെലികോപ്റ്റർ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ്. MH-60R മാരിടൈം ഹെലികോപ്റ്റർ ഇന്ത്യ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഹെലികോപ്റ്ററിന്റെ പേര് ശ്രദ്ധിക്കുക, MH-60R മാരിടൈം ഹെലികോപ്റ്റർ
ഇന്ത്യ വാങ്ങുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ 2020-21 മികച്ച ഫുട്ബോളറായി തെരഞ്ഞെടുക്കപ്പെട്ടത് സന്ദേശ് ജിങ്കാനെയാണ്. സന്ദേശ് ജിങ്കാൻ 2020-21 മികച്ച ഫുട്ബോളറായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തെരഞ്ഞെടുത്തത് ആരെയാണ്? സന്ദേശ് ജിങ്കാൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര കായിക മന്ത്രാലയം സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ പേരാണ് ചിയർ ഫോർ ഇന്ത്യ. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര കായിക മന്ത്രാലയം നടത്തിയ ക്യാമ്പയിനിന്റെ പേരാണ് ചിയർ ഫോർ ഇന്ത്യ. കേന്ദ്ര കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരാണ് അനുരാഗ് താക്കൂർ. കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആരാണ്? അനുരാഗ് താക്കൂർ. ടോക്കിയോ ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സ് ഇനത്തിൽ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്ര സ്വദേശിയായ ദീപക് കബ്രയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സ് ഇനത്തിൽ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്ര സ്വദേശിയായ ദീപക് കബ്രയാണ്. ആവർത്തിക്കാം, ടോക്കിയോ ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സിൽ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ദീപക് കബ്രയാണ്. അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്.